അപ്പോൾ ഇന്ന സമയത്ത് ആദ്യത്തെ തവണ ഞാൻ പോയി പറഞ്ഞു. അപ്പോൾ 10 മിനിറ്റിനുള്ളിൽ വരാമെന്ന് പറഞ്ഞു. പിന്നെ പോയി അങ്ങനെ ഒരു 5-6 തവണ പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഓരോരോ. ഇപ്പം ഞാൻ അതൊക്കെ മറന്നു. അല്ല, ഞാൻ പറയാം, ആകെ ഒരു ഈ സമയത്തിന് മുന്നേ തീർക്കണം ഒരേ ഒരു തവണ പറഞ്ഞാലും പോരായിരുന്നോ ചോദിക്കുക. അതൊക്കെ പറഞ്ഞ് നമ്മൾ സെറ്റ് ചെയ്തതാണ്. പക്ഷെ ആ സമയത്തും വരാഞ്ഞിട്ടാണ്. ഒക്കെ കഴിഞ്ഞ കാര്യങ്ങളാണ്. ഞാൻ ചോദിച്ചത് വീണ്ടും പറഞ്ഞോണ്ടിരുന്നോണ്ടാണോ അതിലേക്ക് അങ്ങനെ അല്ല? അങ്ങനെയൊക്കെ എത്രയോ തവണ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ തന്നെ പറഞ്ഞിട്ട് തമിഴ് സിനിമയിലൊക്കെ ഒരു വില്ലൻ ക്യാരക്ടർ എന്നൊക്കെ പറഞ്ഞ ഒരു വേറെ ലെവലിലേക്കായിട്ട് മാറും. അപ്പൊ അതൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ഷാനവാസിന് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ഇനി ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് വന്ന ഒരുപാട് പ്രതീക്ഷകളുണ്ട് ഷാനവാസിന്. പിന്നെ അത്ര അധികം പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. ഇനി എത്ര കാലം പറഞ്ഞതുപോലെ എനിക്ക് ഓർമ്മയില്ല. സ്ക്രീനിൽ കൂടുതൽ ടൈം അനീഷിന് കിട്ടാനായിട്ട് എന്തിനാ എന്റെ ബാറ്ററി എടുത്തെന്ന് പറഞ്ഞ് തർക്കം ആകുമ്പോഴത്തേക്കുമായിരിക്കും. അവരുടെ അഭിപ്രായം നോക്കിയിട്ടോ അല്ലെങ്കിൽ എല്ലാവരെയും പ്രീതിപ്പെടുത്തിയിട്ടോ അങ്ങനെ ജീവിക്കാൻ നമുക്ക് ഒരിക്കലും പറ്റത്തില്ല. പിന്നെ അങ്ങനെ ജീവിച്ചവരെല്ലാം സന്തോഷത്തോടെ ജീവിച്ച് മരിച്ചിട്ടുമില്ല. അവരൊരു സഫോക്കേറ്റ് ചെയ്ത ഒരു രീതിയിലായിരിക്കും ജീവിച്ചിട്ടുണ്ടാവുക. നമുക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് അതിനകത്ത് തന്നെ നിൽക്കുക എന്നുള്ളതേ ഉള്ളൂ. ഓരോരുത്തരുടെയും മൂല്യങ്ങളും വാല്യൂസും അനുസരിച്ചിരിക്കും. എനിക്ക് ഷാനവാസിനെ കുറിച്ച് ഒരുപാട് പ്രതീക്ഷകളുണ്ട് സത്യത്തില്. വേറൊരു ഈ ഷോയ്ക്ക് ശേഷം ആ സ്റ്റോറി പറഞ്ഞിട്ടില്ലേ, അതിനകത്ത് തന്നെ ക്യാമറ ഇങ്ങനെ വരുന്നത് പുള്ളിക്ക് കറക്റ്റ് ആയിട്ട് എല്ലാത്തിനെ കുറിച്ച് നല്ല ധാരണയുണ്ട്, ഡയറക്ഷൻ ആണെങ്കിൽ പോലും. അപ്പൊ ഒരു നെക്സ്റ്റ് ഒരു ലെവലിലേക്ക് ഷാനവാസ് വരണം. അപ്പൊ ഇതിന്റെ പേര്